ഹലോ കൂട്ടുകാരെ, ഇന്ന് ഐഫോണിലെ ഒരു ഓപ്ഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്ന, ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റിസ്ട്രിക്ഷൻ എന്ന ഓപ്ഷന്. നമുക്കത് പരിചയപ്പെടാം. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ജനറൽ കാണാവുന്നതാണ്. ജനറൽ ഓക്കെ നൽകിയാൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ റിസ്ട്രിക്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു 4 അക്ക നമ്പർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ നൽകുന്ന പാസ്വേഡ് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. ഇതൊരു വൺ ടൈം പാസ്വേഡാണ്. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ മസ്റ്റായിട്ട് ഈ പാസ്വേഡ് ഓർത്തിരിക്കണം. മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല, ഫോർമാറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. ആ സമയത്തും ഈ പാസ്വേഡ് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് ഇതിന് സെറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പാസ്വേഡ് നൽകി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്താലായിട്ട് നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഡിസേബിൾ റെസ്ട്രിക്ഷൻ, അതിന് താഴെയായിട്ട് സഫാരി, ക്യാമറ, സിരി ആൻഡ് ഡിറ്റക്ഷൻ, അതുപോലെ എയർ ഡ്രോപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇവിടെ നിന്ന് ഓരോ സംഭവങ്ങൾ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സഫാരി ബ്രൗസർ ഹൈഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് എൻ്റെ സഫാരി ബ്രൗസർ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു, ഹോം സ്ക്രീനിൽ താഴെയായിട്ട്. ഇപ്പോൾ അത് ഇവിടെ നിന്ന് ഹൈഡായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് റിസ്ട്രിക്ഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ പാസ്വേഡ് തെറ്റി വന്നു കഴിഞ്ഞാൽ 3 പ്രാവശ്യം വരെ തെറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. 4ാമത്തെ പ്രാവശ്യം തെറ്റി അടിച്ചാൽ പിന്നെ ബ്ലോക്ക് ആവും. അതുകൊണ്ട് ഓർക്കാൻ പറ്റുന്ന പാസ്വേഡ് മാത്രം സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ സഫാരി ബ്രൗസർ എനേബിൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ താഴെയായിട്ട് ക്യാമറ, സിരി, എയർ ഡ്രോപ്പ്, ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ പറയുകയാണ്. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡിലീറ്റിംഗ് ആപ്സ് എന്നൊരു ഓപ്ഷൻ. ഡിലീറ്റിംഗ് ആപ്സ് എന്ന ഈ ഓപ്ഷന് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അബദ്ധത്തിൽ ഡിലീറ്റ് ആയി പോകുന്നതും, അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ആയി പോകാറുണ്ട്. അതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക മാത്രം മതി. എന്നിട്ട് ഹോം സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് ബ്ലിങ്ക് ചെയ്ത് കളിക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയില്ല. അതുകൊണ്ട് എനേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റാളിങ് ആപ്സ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ താഴെയായിട്ട് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലായിട്ട് ഡോണ്ട് അലോ ആപ്സ് എന്നൊരു സംഭവമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഹൈഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് മറ്റാരെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഗെയിംസോ ഒക്കെ ഉപയോഗിക്കാതിരിക്കാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് അത് ഷോ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം ഇതിലുള്ളത് പറഞ്ഞാൽ വെബ്സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ ആവശ്യമില്ലാത്ത വെബ്സൈറ്റ് എടുക്കുന്നതിനും എല്ലാം ഇവിടെ നിന്ന് മാനേജ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, താഴെയായിട്ട് നെവർ ആലോ എന്നൊരു ഓപ്ഷൻ കാണാം. ആഡ് എ വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ഞാൻ റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. www.youtube.com. ഓക്കെ, ഞാനിപ്പോൾ അത് ഇവിടെ താഴെയായിട്ട് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. യൂട്യൂബ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് യൂട്യൂബാണ്. യൂട്യൂബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോ വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമ്മൾ സാധാരണ റിസ്ട്രിക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റും ഇതുപോലെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓരോന്നെടുത്ത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളവ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.